എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെയും മകളായ വീണ വിജയന്റെ ഭർത്താവായ മുഹമ്മദ് റിയാസിന്റെയും വീടുകളിൽ വലിയ രീതിയിലുള്ള റെയ്ഡുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ നിഖിലിന്റെ വീട്ടിലടക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിയിരുന്നു. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ ഈ നിഖിൽ ചില്ലറക്കാരനല്ല. നിഖിൽ എന്ന് പറയുന്ന വ്യക്തി മുഹമ്മദ് റിയാസിന്റെ ബിനാമിയും റൈറ്റ് ഹാൻഡ് ആണെന്നും ആ നിഖിലിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ചില ഫോണുകളാണ്, ആ ഫോണുകളിലുള്ള സിം കാർഡ് ഉപയോഗിച്ചിട്ടാണ് വീണ വിജയനും മുഹമ്മദ് റിയാസും പിണറായി വിജയന്റെ മകനായ വിവേക് വിജയനും വലിയ രീതിയിലെ കമ്മ്യൂണിക്കേഷനും ട്രാൻസാക്ഷനും നടത്തി എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരളം ഇന്നേ വരെ കാണാത്ത ഒരു അഴിമതിയുടെ ചൂരലാണ് അഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിലേക്ക് ഒരു ലീഡ് കിട്ടിയത്? അതിന് മാസപ്പടി എന്താണ് മാസപ്പടി? അതായത് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി എക്സാലോജിക്കും പിന്നെ പൊതുമേഖലാ സ്ഥാപനമായ CMRL തമ്മിലുള്ള ഒരു 2.5 കോടിയുടെ ഒരു എഗ്രിമെന്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു അഴിമതി വേണമെന്ന് പറയാം. അത് അന്വേഷിച്ച് ചെന്നപ്പോൾ കിട്ടിയ ഒരു ഫോൺ കിട്ടി, നിഖിലിൽ നിന്നൊരു ഫോൺ കിട്ടി. ആ ഫോണുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇഡിക്ക് ലഭിച്ചിരിക്കുന്നത് ഈ കേരളമല്ല, ഇന്ത്യ ഇന്നേ വരെ കാണാത്ത വലിയ രീതിയിലുള്ള അഴിമതിയാണ് ഇപ്പോൾ ഇഡിക്ക് ലഭിച്ചിരിക്കുന്നത്. അഴിമതിയുടെ വിവരങ്ങളാണ് ഇഡിക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ പിണറായി വിജയൻ തന്നെ നമ്മളെല്ലാവരും കണ്ടു കാണും. ഈ പിണറായി വിജയൻ ഭരിക്കുന്ന രണ്ടാമത്തെ പിണറായി സർക്കാർ ഭരിക്കുന്ന സമയത്ത് മാത്യു കുഴൽനാടൻ ഈ വീണ വിജയന്റെയും എക്സാലോജിക്കിന്റെയും CMRLിലേക്ക് ഒരു അഴിമതി പുറത്തു കൊണ്ടുവന്നിരുന്നു. അതായത് അതിൽ എന്താണ് ഇവർ നടത്തിയിരിക്കുന്ന അഴിമതി എന്ന് പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞിരുന്നു. അപ്പോൾ വലിയ രീതിയിൽ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തിരുന്നു. അതായത് പിന്നെ എന്നിട്ട് നിയമസഭയിൽ ചർച്ച ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും കണ്ടാണ് പിണറായി 2 കൈയും ഉയർത്തിയിട്ട് പറയുന്ന ഈ കൈകൾ ശുദ്ധമാണ് എന്ന്. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം ഈ കൈകൾ ഒരിക്കലും ശുദ്ധമല്ല എന്നും ഇതിന് പിന്നിൽ കോടികളാണ്, അതായത് കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തെ കൊള്ളയടിച്ച് കോടികളാണ് വിദേശത്തേക്ക് കടത്തിയതും, അതായത് മക്കളെയും മരുമക്കളുടെയും പേരിലൊക്കെ വലിയ രീതിയിലുള്ള നിക്ഷേപങ്ങളാണ് വിദേശത്ത് നടത്തിയത് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാവും, ഈ എന്തിനാണ് ED ഇത്ര ദിവസമായിട്ട് എന്താ പറയുക ഈ 2.5 കോടിയുടെ അഴിമതിക്ക് വേണ്ടിയിട്ടാണോ ED ഇങ്ങനെ വലിയ രീതിയിലുള്ള ഒരു അന്വേഷണ സംഘത്തേക്ക് നിയോഗിച്ചിട്ട് മുൻ മുഖ്യമന്ത്രിയെ പിണറായി വിജയൻ ഇങ്ങനെ വേട്ടയാടും. നമ്മൾ കണ്ടു മുമ്പ് തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷനിൽ പിണറായി വിജയൻ താമസിക്കുന്ന വീട്ടിൽ ED റെയ്ഡിന് വന്നപ്പോൾ അവിടെ പാർട്ടി സഖാക്കന്മാരെ ഉപയോഗിച്ചിട്ട് വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധം തീർത്തു. നമ്മൾ കണ്ടതാണ്. IP ബിനു എന്നുപോലുള്ള 3rd റേറ്റ് ഗുണ്ടകളൊക്കെ ഉപയോഗിച്ചിട്ട് EDയുടെ വണ്ടി അടിച്ചു തറക്കുക, EDയുടെ വണ്ടിക്ക് മുട്ടെറിയുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അരങ്ങേറിയിരുന്നു. അന്ന് ബിനീഷ് കോടിയേരിക്ക് ഇടപെട്ടിട്ടാണ് ഇവന്മാരൊക്കെ എന്താ പറയേണ്ടത് ഒരു വലിയ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അക്രമത്തെ ഒന്ന് തടഞ്ഞു നിർത്തിയത്. നമ്മളെല്ലാവരും വീഡിയോ കണ്ടാണ് സോഷ്യൽ മീഡിയയിലൊക്കെ. അപ്പോൾ അതിൽ നിന്ന് കാര്യങ്ങളൊക്കെ വ്യക്തമാണ്. അപ്പോൾ എന്താണ് അന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ പിണറായി വിജയനല്ല അവർക്ക് വേണ്ടത്. അവർ വീണ വിജയൻ്റെ കേസുമായി ബന്ധപ്പെട്ട് വീണ വിജയനാണ് ഇത് നോക്കുന്നത്. അപ്പോൾ വീണ വിജയൻ ഒരിക്കലും പാർട്ടി മെമ്പർ അല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാർട്ടി മെമ്പർ അല്ലാത്ത ഒരാൾക്കെതിരെ അന്വേഷണം വരുമ്പോഴേ എന്തിനാണ് പാർട്ടി സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇങ്ങനെ പ്രതിരോധിക്കുന്നത്? ഞാനൊരു കാര്യമായിട്ട് മുമ്പ് ബിനീഷ് കോടിയേരി പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ബിനീഷ് കോടിയേരി ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് ജയിലായില്ലേ, പരപ്പന അഗ്രഹാര ജയിലായില്ലേ. അന്ന് ഈ പാർട്ടി സംവിധാനം ഒന്നും ഉപയോഗിച്ചിട്ട് ആരും ഒന്നും പറഞ്ഞല്ലോ. അന്ന് ഈ മര്യാദയുള്ള കോടിയേരി എന്താ പറഞ്ഞത്? വാർത്താ സമ്മേളനത്തിൽ വന്നിട്ട് പറഞ്ഞു, അതായത് ബിനീഷ് കോടിയേരി, അതായത് പുള്ളി പാർട്ടിയായിട്ട് ബന്ധമില്ലാത്ത ആളാണ്, പുള്ളി പാർട്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ പാർട്ടി ഒരു സംവിധാനവും ഒരു സഹായവും ബിനീഷ് കോടിയേരി ചെയ്തിട്ടില്ല. ബിനീഷ് കോടിയേരി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബിനീഷ് കോടിയേരി അത് എന്താ പറയുക അതിന് ശിക്ഷ അനുഭവിക്കണം എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. ആലോചിക്കുക, ആ മര്യാദ പോലും പിണറായി വിജയനില്ല. അപ്പോൾ ഇപ്പോൾ പുറത്ത് വരുന്ന ഏറ്റവും പുതിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പോൾ ED നടത്തിക്കൊണ്ടിരിക്കുന്ന ഇതെന്ന് വെച്ചാൽ 2.5 കോടി മാസപ്പടി വിവാദത്തിൻ്റെ പുറത്തല്ല, ഇത് ഏകദേശം 2000 കോടിക്ക് മുകളിൽ നടത്തിയ അഴിമതിയാണ്. അഴിമതി എന്ന് വെച്ചാൽ ഇതിനൊക്കെ പിന്നിൽ പിണറായി വിജയൻ്റെ, അതായത് ദുബായിൽ താമസിക്കുന്ന വിവേക് വിജയൻ, പിണറായി വിജയൻ്റെ മകനായ വിവേക് വിജയൻ ഇതിൽ വലിയ റോളുണ്ട്. അപ്പോൾ എല്ലാ അഴിമതി പണവും അതായത് ട്രാൻസാക്ഷൻ പല രീതിയിലും, അതായത് നമ്മുടെ പല ലൂപ്പ് ഹോൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തായാലും നമ്മുടെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരാൾക്ക് ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് രക്ഷപ്പെടാനുള്ള ലൂപ്പ് ഹോൾ ഒരുപാടുണ്ടാവും. അതായത് നിയമത്തിൽ ഒരുപാട് ലൂപ്പ് ഹോൾ ഉണ്ട്. അതാണ് നമ്മുടെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. അത് മാത്രമല്ല ഒരുപാട് ഡിജിറ്റൽ സിസ്റ്റത്തിനെ, നമ്മുടെ പേയ്മെൻറ്റ് സിസ്റ്റവും ഡിജിറ്റൽ സിസ്റ്റത്തിൻ്റെയും ഇവിടുത്തെ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ലൂപ്പ് ഹോൾ ഉണ്ട്. ആ ലൂപ്പ് ഹോൾ ഉപയോഗിച്ചിട്ടാണ് ഈ പിണറായിലും മകൾ വീണ വിജയനും മരുമകൻ മുഹമ്മദ് റിയാസൊക്കെ ദുബായിലേക്ക് കോടികൾ കടത്തിയത്. നമുക്കറിയാം ഈ ഹെക്സാലോജിക്ക് മാത്രമല്ല 2 ഷെൽ കമ്പനി ഉപയോഗിച്ചിട്ടാണ് ഈ എന്താ പറയുക ലേക്കർ ഇന്ത്യയും പിന്നെ വേറൊരു കമ്പനിയുണ്ട്, അത് ഒരു അഡ്വർടൈസിങ് കമ്പനിയാണ്. ലേക്കർ ഇന്ത്യ എന്ന് വെച്ചാൽ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റംസൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. നമുക്കറിയാം ഈ കോവിഡ് കാലത്തൊക്കെ ചെറിയ
നമുക്ക് എന്താ പറയേണ്ടത്, ചെറിയ 10-50 രൂപക്ക് വാങ്ങേണ്ട സാധനം 500 രൂപക്കും 1000 രൂപക്കൊക്കെ വാങ്ങിയ സംഭവം ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ആ സമയത്തൊക്കെ ഈ അന്ന് ആരോഗ്യമന്ത്രിയായിരുന്ന നമ്മുടെ ടീച്ചറമ്മ എന്ന് പറയുന്ന ശൈലജ ടീച്ചറായിരുന്നു ബ്ലെയിം ചെയ്തത്. പക്ഷേ പിന്നീട് മനസ്സിലായി ഈ ലേക്കർ ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി ഉപയോഗിച്ചുകൊണ്ട് കോടികൾ തട്ടി, അതായത് ആ സമയത്ത് സർക്കാരിൻ്റെ എല്ലാ കോൺട്രാക്റ്റും പോയിരിക്കുന്നത് ഒരു ഷെൽ കമ്പനിയായ ലേക്കർ ഇന്ത്യ എന്ന് പറയുന്ന പിണറായി വിജയൻ്റെ മകളുടെ പേരുള്ള കമ്പനിയാണ്. അതായത് ഒരു അഡ്രസ്സ് ഇല്ലാത്ത കമ്പനിയാണ്. ഈ അഡ്രസ്സ് ഇല്ലാത്ത കമ്പനി ഉപയോഗിച്ച്, ഷെൽ കമ്പനി ഉപയോഗിച്ചിട്ടാണ് ഇവർ കോടികൾ പണം തട്ടിയത്. അതുമാതിരി തന്നെ വേറൊരു സൊലേഷ് എന്ന് പറയുന്നൊരു കമ്പനിയും, ആ കമ്പനിക്കും അഡ്രസ്സും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇവരുടെ കാര്യങ്ങളൊക്കെ നടന്നപ്പോൾ ആ കമ്പനി അടച്ചു പൂട്ടുകയുണ്ടായത്. അത് കോടികൾ ട്രാൻസാക്ഷൻ നടത്തിയതിന് ശേഷം ആ കമ്പനി അടച്ചു പൂട്ടുകയാണ് ഉണ്ടായത്. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു അഴിമതിയാണ്. അതായത് നമ്മൾ കേരളം മാത്രമല്ല, ഇന്ത്യ ഇന്നേ വരെ കാണാത്ത ഒരു അഴിമതിയാണ്. അതായത് മുമ്പ് 2G സ്പെക്ട്രം, ആ 2G സ്കാമൊക്കെ ഇല്ലേ, അതിന് സമാനമായ ഒരു അഴിമതിയാണ് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഈ പിണറായി വിജയൻ നേതൃത്വത്തിൽ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് സഖാക്കന്മാരല്ല, ഈ പിണറായി ആൻഡ് ഫാമിലിയാണ്, പിണറായിയുടെ ഫാമിലി തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു വലിയ അഴിമതി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കുറേ ഈ ഫ്രിഞ്ച് ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതായത് എക്സ്ട്രീം കമ്മ്യൂണിസ്റ്റുകളെയും ഈ എക്സ്ട്രീം മുസ്ലിം ഗ്രൂപ്പുകളൊക്കെ പിണറായി വിജയൻ സപ്പോർട്ട് ചെയ്യുന്ന അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇതിനൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടും അതിനൊരു പ്രൊട്ടക്ഷൻ, അത് താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അഴിമതിക്ക് ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുമാണ് പിണറായി വിജയൻ ഇത്തരത്തിലെ ഗ്രൂപ്പുകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ശബരിമല വിഷയം പോലും ഈ ഇവിടുത്തെ മുസ്ലിം എക്സ്ട്രീമിറ്റികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ചെയ്തത്. അതായത് ഇത്തരത്തിലൊരു പ്രതിരോധം തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലം ഒന്നാം പിണറായി സർക്കാർ ഭരിക്കുന്ന സമയത്ത് തന്നെ കേന്ദ്ര സർക്കാർ വലിയ രീതിയിൽ, കേന്ദ്ര സർക്കാരിന് മനസ്സിലായില്ലാതെ പിണറായി വിജയൻ, അത് കോൺഗ്രസ് മുക്ത ഭാരതി എന്ന രീതിയിൽ കേന്ദ്ര സർക്കാർ BJP ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദി സർക്കാരും BJP എന്താ ഉദ്ദേശിക്കുന്നത്, കേരളത്തിൽ കോൺഗ്രസ് വരരുത് എന്ന് ഉദ്ദേശിച്ചുകൊണ്ടും പിന്നെ കോവിഡ് വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള ഒരു അനുകൂല തരംഗം പിണറായിക്കുണ്ടായിരുന്നു. അതായത് നല്ല രീതിയിൽ കോവിഡ് മാനേജ് ചെയ്തു, നല്ല അഡ്മിനിസ്ട്രേറ്റീവ് ഒരു പെർഫോമൻസ് ആണ് കേരള ഗവൺമെൻറ് കാഴ്ചവെച്ചതെന്നില്ല ഒരു റിപ്പോർട്ട് കാർഡും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ രണ്ടാം പിണറായി സർക്കാർ അങ്ങനെയാണ് ഉണ്ടായത്. അപ്പോൾ എന്ത് തന്നെയായാലും ഇപ്പോൾ പുറത്തിടുന്ന റിപ്പോർട്ട് പ്രകാരം VD സതീശനും ഇപ്പോൾ ഭരിക്കുന്ന കേരള സർക്കാരും ഒന്നും ഇതിലൊരു ഭാഗമേ അല്ല. ഇത് ശരിക്കും വലിയ രീതിയിലുള്ള രാജ്യം കണ്ട ഏറ്റവും വലിയ ഒരു അഴിമതിയുടെ കഥയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള അന്വേഷണം ഇവിടെ ED വ്യാപിപ്പിക്കുന്നത്. ഇപ്പോൾ സാമ്പത്തിക കുറ്റകൃത്യങ്ങളാണ് ഇപ്പോൾ ED അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ രാജ്യവിരുദ്ധമായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, അതായത് നമ്മുടെ രാജ്യത്തിനെതിരെ ഈ പണം ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, ഏതെങ്കിലും രാജ്യവിരുദ്ധ ശക്തികൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ ചിലപ്പോൾ NIA ചിലപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് വരും കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ EDയുടെ അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള അന്വേഷണ ഏജൻസികൾ ഇതിൻ്റെ ഭാഗമാകണോ എന്ന് കേന്ദ്രം തീരുമാനിക്കും. അപ്പോൾ എന്ത് തന്നെയായാലും കഴിഞ്ഞ 10 വർഷക്കാലം കേരളം ഭരിച്ചിരിക്കുന്ന പിണറായി വിജയൻ ഇവിടെ വലിയ രീതിയിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് നടത്തിയിരിക്കുന്നത്. അത് മകളും വീണ വിജയനും മരുമകൻ മുഹമ്മദ് റിയാസും മകൻ വിവേക് വിജയനും ചേർന്നുള്ള ഒരു കമ്പൈൻഡ് ഓപ്പറേഷൻ ആയിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ്. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.